ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇറ്റ്സ് മീ മിഥുൻ. നമ്മുടെ പുതിയൊരു തകർപ്പൻ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പൊളി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു സ്കൂട്ടറാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്നാ ഭ്രാന്താണോ സ്കൂട്ടർ കൊണ്ടുവന്നിട്ട് എന്നാ പൊളി സാധനം എന്ന് പറയുന്നത്. ഇത് വെറും സ്കൂട്ടറല്ല ഗൈസ്, ഇത് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇത് ഇലക്ട്രോ വീൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ വിൻഡ് എന്ന് പറയുന്ന മോഡലാണ്. ഇലക്ട്രോ വീൽസിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ കൊണ്ടുവന്ന ഒരു കമ്പനിയാണ് ഇലക്ട്രോ വീൽസ്. അതിൻ്റെ വിൻഡ് എന്ന് പറയുന്ന മോഡലും ബ്രീസ് എന്ന് പറയുന്ന രണ്ട് മോഡലുണ്ട്. നമ്മുടെ ഇരിക്കുന്ന വിൻഡ് എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഈ വിൻഡ് എന്ന് പറയുന്ന മോഡലിൻ്റെ ചെറിയ ഫീച്ചേഴ്സൊക്കെയാണ്. ഞാനത് ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു ഇമ്പ്രഷൻ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോളൂ. പക്ഷേ ഗൈസ്, ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം ഇതിന് 35 കിലോമീറ്റർ സ്പീഡാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ടോർക്ക് നമ്മൾ ശരിക്കും ഇത് സ്കൂട്ടറിന് ഓടിച്ചത് പരിചയമില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് കയറി ഇതിൽ ആക്സിലേറ്റർ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു എന്താ പറയണേ, ഒരു മിസൈൽ തള്ളുമ്പോൾ തള്ളി നമ്മളങ്ങ് എടുത്തോണ്ട് പോകും. അപ്പോൾ അത് ഇച്ചിരി ഒരു പേടിയൊക്കെ ആദ്യം തോന്നും. അപ്പോൾ അതിന് ചെറിയൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇലക്ട്രിക് സ്കൂട്ടർ. ഇത് കാണുമ്പോൾ ഒന്നുമല്ല കേട്ടോ ഗൈസ്, ഇത് ഇലക്ട്രിക്കാന്ന് ഒത്തിരി നിങ്ങൾ ഇതൊരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഈ സ്കൂട്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അലവിലൊക്കെ ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ സിൽവർ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഇതുപോലെ ചെറിയ റിഫ്ലക്ടറൊക്കെ ഉണ്ട് താഴത്തെ. ഈ സൈലൻസർ ഇല്ലാത്തതുകൊണ്ട് സൈലൻസറിൻ്റെ ഭാഗത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ എൻ്റെ ടയർ ചെറുതായി പോയോ എന്നൊരു ചെറിയ ഡ്രോബാക്കാണ് എനിക്ക് തോന്നിയത്. ഇച്ചോടെ ഒരു വലിയ ടയർ ബാക്കിൽ ഇടാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മീറ്ററൊക്കെ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. പിന്നെ ലൈറ്റുകൾ കംപ്ലീറ്റ് LED ആട്ടോ. ഇത് ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് കംപ്ലീറ്റ് LED ആണ്. പക്ഷേ ഇതൊക്കെ ഓണാക്കുമ്പോൾ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മാരക ലുക്കാണ് ഈ സ്കൂട്ടറിന് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ബാക്കിൽ ഇച്ചോടെ വലിയ ടയർ ഇട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടിയേനെ. പിന്നെ എൻ്റെ ചാർജർ എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. അതൊക്കെ ഒരു ഹൈ ക്വാളിറ്റി ചാർജറാണ്. നമ്മളൊരു കാറിൻ്റെ ചാർജറാണെന്നൊക്കെ പെട്ടെന്ന് ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് എൻ്റെ ചാർജർ. ഈ ചാർജറിൻ്റെ ഇതിൻ്റെ അറ്റത്തെ സോക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അത് ഈ ടൈപ്പാണ് ഇതിൻ്റെ ഒരു പ്ലഗ്. 3 പിൻ നമുക്ക് വീട്ടിലൊക്കെ കുത്തി ചാർജ് ചെയ്യാം. 6 to 8 മണിക്കൂർ വരെ ചാർജ് ചെയ്യാം. ഇത് 35 കിലോമീറ്റർ വരെ സ്പീഡ് ഓടിക്കാം എന്നുള്ളൊരു ഫീച്ചർ ഇതിനകത്തുണ്ട്. അങ്ങനെ ഇതിൻ്റെ ചെറിയൊരു പവറും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂവിൽ കിട്ടും. ഇത് 25 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. പക്ഷേ 35 കിലോമീറ്റർ വരെ സ്പീഡ് കയറും എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറയുന്നത്. ഇതിന് 60 വോൾട്ട് 250 വാട്ട്സ് പവർ ഇതിനുണ്ട്. പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മെഷീനാണ് ഇതിൻ്റെത്. പിന്നെ 140 കിലോ വരെ വെയിറ്റ് ഇത് താങ്ങും എന്നുള്ളതാണ്. പിന്നെ ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ഫുൾ ചാർജിങ് ടൈമൊക്കെ പറയുന്നത്. റിവേഴ്സ് ഗിയർ ഇതിന് ഉണ്ടെന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്, റിവേഴ്സ് ഗിയർ. പിന്നെ ഇതിന് പ്രത്യേകത, ഇതിന് നമുക്ക് ഓടിക്കാൻ ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വേണ്ട, അങ്ങനെയുള്ള ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ രജിസ്ട്രേഷൻ, നോ പെട്രോൾ, നോ ഗിയർ, നോ പൊല്യൂഷൻ, നോ ലൈസൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. എൻ്റെ മീറ്റർ കണ്ടാൽ തന്നെ അതിൻ്റെ ചുറ്റൊരു കാർബൺ ഫൈബർ ഫിനിഷൊക്കെ ഉണ്ട്. ഡിജിറ്റൽ മീറ്ററാണ്, കംപ്ലീറ്റ് LED ലൈറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ മാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഫ്ലോർ മാറ്റൊക്കെ നല്ല ക്വാളിറ്റിയുണ്ട്. ഗ്രിപ്പ് അതുപോലെ ഇതിൻ്റെ ഈ ബ്രേക്ക് ലിവർ എന്നൊക്കെ പറയുന്നത് നല്ല സിൽവർ ടൈപ്പ്, നല്ല എന്താ പറയണേ, ഒരു സ്പോർട്സ് വണ്ടിയിലൊക്കെ ഉള്ള ടൈപ്പ് മീറ്റർ, ഒരു ബ്രേക്ക് ലിവറൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. കണ്ണാടിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ ഞാൻ ക്വാളിറ്റി കുറഞ്ഞതായിട്ട് ഒരു സാധനം കണ്ടില്ല. നല്ലൊരു ഇപ്പോഴത്തെ നല്ല പ്രീമിയം സ്കൂട്ടറിൻ്റെ ഒരു ക്വാളിറ്റിയിലാണ് ഈ സ്കൂട്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 60,000 രൂപയെന്നാണ് അവർ പറയുന്നത്. ഇതിന് ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ 2001 ആദ്യത്തെ വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാനിത് ലൈറ്റ് ഓണാക്കി തരാം. ലൈറ്റൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ പൊന്നു ഗൈസ്, ഇത് മാരക ലുക്ക്. ഈ ലുക്ക് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു, നമുക്ക് സാധാരണ ഒരു നല്ലൊരു പ്രീമിയം ബൈക്ക് പോലും ഇത്ര ഒരു ലൈറ്റൊക്കെ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ലുക്കാണ് ഈ സ്കൂട്ടർ നമുക്ക് വരുന്നത്. ഈ മെറൂൺ കളർ, കുറേ കളർ വേരിയൻറ്റുകളും ഈ സ്കൂട്ടറിനുണ്ട്. ഇത് നോക്കിയത് നിങ്ങൾക്ക് ക്യാമറ എത്ര കിട്ടുന്നതെന്നറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പം ഇതിൻ്റെ ലൈറ്റിനൊക്കെ അന്യായ ബ്രൈറ്റ്നസ്, ഈ DRL പോലത്തെ നല്ല ബ്ലൂ കളറിൽ വരുന്ന ഒരു ഹോഡിയിലൊക്കെ നോക്കുന്ന ലുക്കാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നമ്മളിവിടെ ചേർത്തിയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ മിഥുൻ. താങ്ക് യു ഫോർ വാച്ചിങ്.